എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫാഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു ലാഭകരമായിട്ടൊരു ബിസിനസ്സായി മാറുമോ? ഇതിനകത്ത് ഏത് ബിസിനസ് ആയിരിക്കും, ഫാഷൻ ബിസിനസ്സിൽ ഏതായിരിക്കും എനിക്ക് മികച്ചതായിട്ട് ചെയ്യാൻ സാധിക്കുക, എന്ത് ബിസിനസ് ചെയ്താലായിരിക്കും എനിക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ ഞാനൊന്ന് പറയട്ടെ, നമുക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത് മൂന്നും മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നീഡാണ്. സോ ആ ഒരു ബേസിക് ആയിട്ടുള്ള നീഡിന് എപ്പോഴും ആവശ്യകതയുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഗ്ലോബലി എടുത്തു കഴിഞ്ഞാലും ഒരു $1.7 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് ഇത് വളർന്നു കഴിഞ്ഞ ഒരു മേഖലയാണ്. സോ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകളും നമ്മുടെ ഒരു കേപ്പബിലിറ്റി ഇതിനകത്ത് കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഓണ്ടർപ്രണർ ആവാനും നല്ലൊരു വിജയം കൈവരിക്കാനും സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഒരു ക്ലോത്തിങ് ആക്സസറീസും അതുപോലെ ക്ലോത്തിങ് മേഖലയാണെങ്കിലും അതിൻ്റെ ആക്സസറീസ് ആണെങ്കിലും എപ്പോഴും ഡിമാൻഡുള്ള ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് എപ്പോഴും ഡിമാൻഡ് നമ്മുടെ ഒരു ഈ മേഖലയിൽ ഉണ്ട്. സോ ആ ഡിമാൻഡ് തിരിച്ചറിയും, ആ ട്രെൻഡ് തിരിച്ചറിയും, അതിനനുസരിച്ചുള്ള ഔട്ട്ഫിറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊരു സക്സസ്ഫുൾ ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഇനി പലതരത്തിലുള്ള ഒരു മേഖല നമുക്ക് ഇതിനകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഒരു ക്ലോത്തിങ്ങിലെ മേഖലയിൽ വരുവാണെങ്കിൽ ബൊട്ടിക് മേഖലയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ബൊട്ടിക് മേഖലയിൽ കൂടുതലായിട്ടുള്ള നല്ല ഏറ്റവും പുതിയ ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വൻ വിജയമായിട്ടുള്ള ഒരു മികച്ച മേഖലയായി തന്നെ നമുക്ക് കണ്ടെത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിനും വളരെയധികം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ടീഷർട്ടുകൾ, അതുപോലെ ഹുഡീസ്, ഇതൊക്കെ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ പല കമ്പനീസും അവരുടെ ഒരു ലോഗോയും അതുപോലെ തന്നെ പ്രിന്റൊക്കെ വെച്ചിട്ട് ചെയ്തു തരാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. സോ നമ്മൾ ആ ഒരു മേഖലയിലുള്ള ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലകത്ത് നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എറ്റ്സി, ഇപ്പോൾ ആമസോണിൻ്റെ ആണെങ്കിലും പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വൻ വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് ഇപ്പോൾ ഒരുപാട് ഡിമാൻഡുള്ള മേഖലയാണ്. ഇപ്പോൾ സാരീസ്, ബാഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുമ്പോൾ അതിനൊരു മാർജിൻ കൂടുതലാണ്. കാരണം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു മാർജിൻ തന്നെ നമുക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് നമുക്കിതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. സോ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ആമസോണിൽ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡഡ് ആയിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്ന ഒരു പ്രത്യേക മേഖല ഇതുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതൽ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നമുക്ക് നമ്മുടെ ഓൺ പ്രൊഡക്റ്റുകൾ വെബ്സൈറ്റുകളിലൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് ഒരുപാട് നല്ല രീതിയിൽ മികച്ച രീതിയിൽ നമുക്കിത് ബിസിനസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ഇതായിട്ടുള്ളത് ഒരു ഫാഷൻ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആവുക എന്ന് പറയുന്നത് വളരെ ഒരു ഡിമാൻഡുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ വളരെയധികം നമുക്ക് ഒരു ഫിനാൻഷ്യലി ഒരു ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. ഇപ്പം നമുക്കറിയാം, ഒരു വിവാഹം തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഒക്കേഷൻസുകൾ നമുക്കുണ്ട്. ഇപ്പോൾ വിവാഹത്തിൽ തന്നെ പ്രീ വെഡിങ്, അതുപോലെ തന്നെ ഹൽദി, മെഹന്തി, ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾ തന്നെ നടത്തുന്നുണ്ട്. സോ അതിനൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അറ്റയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള എത്നിക് ആയിട്ടുള്ള വെയറുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ, അത് ഇപ്പോൾ ഒരാളുടെ ബോഡി സ്ട്രക്ചറിനനുസരിച്ച് ഇന്ന വസ്ത്രങ്ങൾ ചേരുമെന്ന് നമുക്ക് കൺസൾട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വളരെ മികച്ചൊരു മേഖലയായിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. സോ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വ്ളോഗേഴ്സ് ആയിട്ട് നമുക്ക് അതിനകത്ത് ഒരു വരുമാന മാർഗം കണ്ടെത്താവുന്നതാണ്. കാരണം ഇപ്പോൾ വ്ളോഗേഴ്സ് ആണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതുമായിട്ട് കമ്പനീസൊക്കെ ആയിട്ട് ടൈപ്പും അതുപോലെ തന്നെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുകയും അതുപോലെ തന്നെ ആമസോണിലാണ് അഫിലിയേറ്റഡ് ലിങ്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
സോ ഇങ്ങനെ നിരവധി ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു നിഷ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക, അതിനൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. ആ ഒരു മാർക്കറ്റ് സ്റ്റഡിയിൽ നമുക്ക് ബിസിനസ് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് ഒരു വിലയിരുത്തൽ നടത്തുക, അതിനൊരു പ്ലാൻ തയ്യാറാക്കുക, ഒരു ബഡ്ജറ്റ് നമ്മൾ കണ്ടെത്തുക. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ അത് മാർക്കറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ട് വളരെ നമുക്കൊരു നല്ലൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ഒരു ആഗ്രഹം, അങ്ങനെയൊക്കെ ഒരു നിങ്ങളുടെ ഉള്ളിലൊരു ഡിസയർ ഉണ്ട്, അത് എങ്ങനെ ചെയ്യണമെന്നറിയില്ല, അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നറിയില്ല, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നറിയില്ല, വീഡിയോ എങ്ങനെ ചെയ്യണമെന്നറിയില്ല, അല്ലെങ്കിൽ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പ്രസൻസ് അറിയിക്കാമെന്നറിയില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു കമ്മ്യൂണിറ്റി തന്നെ കൂടെയുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. സോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ, റിസോഴ്സസ്, മെൻറ്റർഷിപ്പ് എല്ലാം കൊടുത്ത് ഒരു സപ്പോർട്ടീവായിട്ടൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. സോ എല്ലാവരെയും ഞാൻ അതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എസ്പെഷ്യലി വിമൻസ്, നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു വരുമാന മാർഗം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. കാരണം ആരുടെയൊക്കെ കയ്യിൽ നമ്മൾക്ക് ക്യാഷ് ഉണ്ട്, ഇപ്പോൾ ഫാദറിൻ്റെ കയ്യിൽ, ഹസ്ബൻഡിൻ്റെ കയ്യിൽ, നമ്മുടെ മറ്റാരുടെയെങ്കിലും കയ്യിൽ ക്യാഷ് ഉണ്ടായാലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു ക്യാഷിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വളരെയധികം വാല്യുബിൾ ആയിട്ടൊരു കാര്യമാണ്. ഓരോരുത്തരും സ്വന്തമായിട്ട് ഏൺ ചെയ്യുക. അറിവില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പഠിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.